തൃശൂർ മുതുവറയിൽ ഡിവൈഡർ തല്ലിത്തകർത്ത മുൻ എംഎൽഎ അനിൽ അക്കരയുടെ അതിക്രമം. മുതുവറ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന യു ടേൺ അടച്ചു കെട്ടിയതിനാണ് ഡിവൈഡർ തല്ലിപ്പൊളിച്ചത്. സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാരംഗ്, ഈ ഒരു ഡിവൈഡർ ഇട്ടു, അത് ഈ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ഉണ്ടായിരുന്ന യു ടേൺ അടച്ചു കെട്ടി. ഈ ഒരു കാരണത്തിന് ഒരു ഡിവൈഡർ തല്ലി തകർക്കുന്ന ഒരു സമീപനമാണ് ഒരു മുൻ എംഎൽഎയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും ഇന്ന് അല്പം സമയം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ മുതുവറയിലെ ഡിവൈഡറാണ് മുൻ എംഎൽഎ അതായത് കോൺഗ്രസ് എംഎൽഎ അനിൽ അക്കരെ ഇരുമ്പ് ചുറ്റിക കൊണ്ട് അടിച്ചു തകർത്തത്, ഒരു അതിക്രമം അഴിച്ചുവിട്ടുള്ളത്. പ്രധാനമായും ഈ മുതുവറ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന യു ടേൺ അടച്ചു കിട്ടിയതോടെ ഈ ഭാഗത്ത് വലിയ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. അത് ഒരു തരത്തിൽ പരാതിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പൊതുമരാമത്ത് വകുപ്പ് അത് പരിശോധിച്ച് വ്യക്തമായ നടപടികളിലേക്ക് കടക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു നടപടി, അതായത് മുൻ കോൺഗ്രസ് എംഎൽഎയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വലിയ താരപരിവേഷം അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനമധ്യത്തിൽ ഇറങ്ങി ഈ അവിടെ ജോലി ചെയ്യുന്ന മറ്റ് തൊഴിലാളികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലൊരു ഇരുമ്പ് ചുറ്റിക കൈക്കലാക്കി ഈ ഡിവൈഡർ ഇടിച്ച് തകർക്കുന്ന, അതിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതൊരു വലിയ വാർത്തയാക്കി പ്രചരിപ്പിക്കുകയും അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഉണ്ടായതുള്ളത്. എന്തിനേയും നിയമം കയ്യിലെടുക്കുന്ന രീതിയിലുള്ള നടപടിയായി ഈ മുൻ എംഎൽഎയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈ വിഷയത്തിൽ എന്തിനേലും ഇയാൾക്കെതിരെ നിലവിൽ കേസെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ ഭാഗത്ത് യാതൊരു വിധത്തിലും, അതായത് ഒരു നിയമ സംവിധാനത്തിന്റെ രീതിയിൽ നടന്നു വരുന്നു. അതിന്റെ പരിശോധനകളൊക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. ജനങ്ങൾ തന്നെ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് പരിശോധനകൾ നടത്തി അത് യു ടേൺ അവിടെ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കവെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു താരപരിവേഷം നേടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ ഒരു പൊതുമധ്യത്തിൽ ഇറങ്ങി ഈ ഡിവൈഡർ തല്ലി തകർക്കുകയും അത് വലിയ പ്രചരിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ഒരു മാസ് സ്റ്റാറ്റസ് ഒക്കെ ആക്കിക്കൊണ്ട് അത്തരത്തിലൊരു പ്രചരണം നടത്തിയിട്ടുള്ളത്. എന്തിനേലും അനിൽ അക്കരയ്ക്കെതിരെ നിലവിൽ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ കാര്യത്തിൽ കളക്ടർ റിപ്പോർട്ട് തേടും. വിഷയം വിശദമായി പരിശോധിച്ച ശേഷം നടപടിയെടുക്കാനുള്ള തീരുമാനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അതായത് ഈ ഡിവൈഡർ പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് കൃത്യമായും അവർ പരാതി പറയുകയും അതിനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അനിൽ അക്കരെ ഇങ്ങനെ ഒരു ഷോ കാണിച്ച് ഇത് തല്ലിപ്പൊളിക്കാനൊക്കെ ശ്രമിച്ചതല്ലേ? തീർച്ചയായും ഈ പ്രധാനമായും ഈ തൃശ്ശൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ അമല ആശുപത്രി വരെ പോയി യു ടേൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു ചെറിയ പ്രതിസന്ധി തന്നെയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾ ബോധിപ്പിച്ചതോടുകൂടി പൊതുമരാമത്ത് വകുപ്പ് ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ പൊതുമധ്യത്തിൽ ഇറങ്ങി മുൻ കോൺഗ്രസ് എംഎൽഎ അനിൽ അക്കരയുടെ ഇത്തരത്തിലുള്ള ഒരു ഷോ എന്ന് വേണം തന്നെ പറയാം. എന്തായാലും കളക്ടർ ഇതിനെതിരെ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഈ മുൻ എംഎൽഎക്കെതിരെ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള ഒരു അതിക്രമം തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.